ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ മൂവി കാണാൻ പോവാം കേട്ടോ. സുവേട്ടൻ പറഞ്ഞിട്ടില്ല ഏത് മൂവിക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്കുമ്പോൾ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരിക്കാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഏത് മൂവിയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഏത് മൂവിയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് സുവേട്ടനോട് കുറേ ചോദിച്ച് പറഞ്ഞു തന്നില്ല. അപ്പോൾ ഞാനും കുട്ടിയും കുറച്ച് ത്രില്ലിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ പലചരക്ക് കട, അതായത് സുവേൻ്റെ ഫ്രണ്ടിൻ്റെ കട കേട്ടോ. അതാണ് സുവേൻ്റെ ഫ്രണ്ട്. നമ്മളെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇത് അവിടുന്ന് കേട്ടോ മേടിക്കുക. ഞാനും മോളും അങ്ങാടിക്കൊക്കെ വരുമ്പോൾ അത് അവിടുന്ന് സാധനം മേടിക്കും. സുവേട്ടൻ വന്നിട്ട് വൈകിട്ട് പൈസ കൊടുക്കും. പക്ഷെ നമുക്ക് എന്തു സാധനം വാങ്ങിക്കട്ടോ. അത് വേറൊരു ഫ്രണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പോവാണേ. മഞ്ചേരിക്കാണെന്നാണ് സുവേട്ടൻ പറഞ്ഞത്. അങ്ങാടിയിൽ നിന്ന് മഞ്ചേരിക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടോ. അപ്പോൾ തന്നെ മനസ്സിലായി കൊണ്ടൂട്ടിക്കല്ല മഞ്ചേരിക്കാണെന്നുള്ളതെന്ന്. അപ്പോൾ ഏത് മൂവിയാണെന്നും കൂടെ അറിഞ്ഞാൽ ഒരു സംതൃപ്തിയായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടോ. മഞ്ചേരി ആ നാലുംകൂടി ജംഗ്ഷനില്ലേ അവിടെ എത്തിയിട്ടോ. അങ്ങോട്ട് സീലിംഗ് പാലസിക്കാണെന്നാണ് പിന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് സുവേട്ടൻ പറയുകയും ചെയ്ത് സിനി പാലസിക്ക ഞങ്ങൾ സ്ഥിരമായിട്ട് പോണ ഒരു തിയേറ്ററാട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ സ്ഥിരമായിട്ട് പോണ ഒരു തിയേറ്ററാട്ടോ അത്. അപ്പോൾ സ്ഥിരമായി പോയിട്ട് സുവേട്ടന് നല്ല പരിചയം കേട്ടോ തിയേറ്ററിലെ മുതലാളിയൊക്കെ. അങ്ങനെ ഞങ്ങളിത് തിയേറ്ററിൽ കയറി. ഇപ്പം മനസ്സിലായി ഏതാ മൂവി എന്നുള്ളത്. നമ്മളെ ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറഞ്ഞ മൂവി കേട്ടോ. ഈ മൂവി ഒരു 3D മൂവിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മോൾക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ 3D മൂവി കണ്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. സുവേട്ട വീട്ടിൽ നിന്ന് സുവേട്ട ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു 3 ടിക്കറ്റ് വേണം എന്നിട്ടോ. അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൗണ്ടറിൻ്റെ ബാക്കിൽ പോയിട്ട് ഇതാ രണ്ടുപേരും കൂടെ ടിക്കറ്റ് മേടിച്ച് വരുന്നുണ്ട് കേട്ടോ. മോളെന്തൊക്കെയോ വായിച്ച് നോക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങളിതാ മൂവി കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോകാം കേട്ടോ. അവിടെ കണ്ണട കൊടുക്കുന്നുണ്ട്. 3D മൂവി അല്ലേ, അതൊരു കണ്ണട കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ഞങ്ങൾ മേടിച്ച് അതിനകത്തേക്ക് കയറി കേട്ടോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ 3 ഇരിക്കുന്നത്. സുവേട്ടൻ പിന്നെ അത്ര ഇല്ല, മോക്ക് നല്ലോണ്ട്. അങ്ങനെ കണ്ണിൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയാണെന്നൊക്കെ സുവേട്ടൻ ഭയങ്കര ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനം ഹാഫ് ടൈം ആയിട്ടോ മൂവിൻ്റെ. അങ്ങനെ സുവേട്ടൻ പോയത് കാപ്പി ചിപ്സും ലൈസും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളത് കഴിക്കുക കേട്ടോ. കൊള്ളാം, മൂവി നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാൻ. അങ്ങനെ അവസാനം ഞങ്ങളിത് മൂവി കണ്ടു കഴിഞ്ഞു. കണ്ണടൊക്കെ തിരികെ കൊടുത്തു, പുറത്തിറങ്ങി കേട്ടോ. മോക്ക് ഭയങ്കര ഇഷ്ടമായി. മോക്ക് ഒന്നുകൂടെ കാണണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു പരിപാടി, ഒരു കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ. ഇത് വെറുതെ ഒരു കേക്ക് കട്ടിങ് അല്ല കേട്ടോ, നമ്മളെ മഞ്ചേരി ലാലേട്ടൻ ഫാൻസിൻ്റെ കേക്ക് കട്ടിങ് കേട്ടോ. ഈ മൂവിയോട് അനുബന്ധിച്ചുള്ള ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ മഞ്ചേരി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സുവേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അതിനെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇതാ കേക്ക് കട്ടിങ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ കാത്തു നിന്നു കേട്ടോ. അപ്പോൾ അവർ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഏതായാലും മൂവി കൊള്ളാം, എനിക്കിഷ്ടമായി, മോക്കും ഭയങ്കര ഇഷ്ടമായി. അതിലൊരു ചെറിയൊരു പോസ്റ്റർ കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, ക്രിസ്മസിനോടനുബന്ധിച്ചൊരു വൈറ്റും ഗ്രീനും റെഡും ഇങ്ങനെ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. സുവേൻ്റെ ഫ്രണ്ടും തിയേറ്ററിൻ്റെ മുതലാളിയും കൂടെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. ഏതായാലും സൂപ്പറായി. അപ്പോൾ നമുക്ക് അതും കൂടെയും കാണാനായല്ലോ. ഒരുപാട് പേരുണ്ട് കേട്ടോ ചുറ്റിലും. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞങ്ങൾക്കും ആ കേക്ക് കട്ടിങ്ങിൽ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സുബൈയുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നോട് വന്ന് സംസാരിച്ചിട്ടു. ഇതാണ് വൈഫ് മോളും എന്നൊക്കെ പറഞ്ഞ് എന്നോടും വന്ന് സംസാരിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മൂവിക്കാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ കേട്ടോ. അങ്ങനെ നമ്മളെ മോഹൻലാലിനെ, നമ്മളെ ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയ കേക്ക് ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേക്ക്. ഞങ്ങളെ യാദൃശ്ചികമായെങ്കിലും ഞങ്ങൾക്ക് ലാലേട്ടൻ്റെ കേക്ക് കഴിക്കാനും നമുക്ക് പറ്റി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.